ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു തുറതുറ പ്രപ്പോസൽസ് വന്നാല് അതിനുശേഷം കൺസിഡർ ചെയ്യോ? അതോ ഇപ്പൊ ഇനിയിപ്പോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്, അത് ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി, ഇനി അത് കഴിഞ്ഞ അടിപൊളി നടക്കും? അല്ല, അത് ഇപ്പൊ എനിക്ക് അക്ബറെ 39 വയസ്സായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു, ഇപ്പൊ തന്നെ കേട്ടാ അങ്ങനെയല്ല, വിവാഹത്തെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സമയമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല പ്രപ്പോസൽസ് ഒക്കെ വരികയാണെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. നല്ല തന്നെ, അത് അങ്ങനെ തന്നെ വേണ്ടത്. അപ്പോ ഞാൻ ഷാനവാസിനോട് പറയായിരുന്നു. ഷാനവാസിനെ അതല്ല പറയുന്നത്, അതല്ല പറയുന്നേക്ക്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് എന്നെ നോക്കിയിരിക്കുന്ന ഒരാള് ഉണ്ടാവും. അപ്പൊ ആള് കറക്റ്റ് ടൈമിനുള്ളില് എന്നിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനല്ല പറഞ്ഞത്. ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ എന്നെയും കാത്തൊരു കുട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടി എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ടാവും, കോമഡി അടിക്കല്ലേ അച്ഛനായ അനീഷ് അച്ഛൻ എന്ന് വരും, ആ സ്ഥാനത്തെ കോമഡി. ഞാൻ ആ കോമഡി എടുക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട്. അത് ഞാൻ സീരിയസ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞത്. അപ്പൊ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് മലയാളി ആണെന്നില്ല. അപ്പൊ മലയാളികളെയാണ് ഞാൻ നോക്കുന്നത്. ഏതെങ്കിലും ഒരു കോണിലുള്ള മലയാളികൾ. ഓക്കെ കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ മലയാളികൾ മതി. അത് മിക്സഡ് ആയാലും അല്ല, ഇവിടെ അങ്ങനെയാണ് ഉള്ളു. അപ്പൊ നോക്കിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ചേരേണ്ടതാണല്ലോ ചേരേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ ചേരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നടക്കട്ടെ എന്തായാലും. അനീഷേട്ടനെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഉത്തമ കുടുംബിനി വരും. പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും കൂടെ നിന്നാ മതി. മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാൾ. അനുസരിച്ച് കുറച്ച് പൊന്നുപോലെ നോക്കിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞാല് വൈകാതെ ഒരു താറാവ് ബിരിയാണി നമുക്ക് കഴിക്കാം. അപ്പൊ അങ്ങനെയാണ് മണിത്താറാവ് ബിരിയാണി വെച്ചിട്ട് മണിത്താറാവൊന്നും ഉള്ളതല്ലോ. ജോയില്ലേ ഒരു മണി ഉണ്ടാവും.